എല്ലാവർക്കും നമസ്കാരം. ഒപ്പേഴ്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ധനുമാസത്തിലെ തിരുവാതിരയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. ഞാനിപ്പോൾ ഉള്ളത് തിരുവല്ല ശ്രീ രാഘവേശ്വര ക്ഷേത്രത്തിലാണ്. ഇവിടെ ബ്രഹ്മസം മഠം എന്നാണ് അറിയപ്പെടുന്നത്. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടുത്തെ തിരുവാതിര കൂടിയിട്ടുണ്ടെങ്കിൽ പിന്നീടുള്ള എല്ലാ തിരുവാതിരയ്ക്കും നമുക്കിവിടെ എത്താൻ സാധിച്ചില്ലെങ്കിലും നമ്മുടെ മനസ്സ് ഇവിടേക്ക് എത്തിച്ചേരും. അത്രയ്ക്ക് നല്ലൊരു ആഘോഷം തന്നെയാണ് ഇവിടെ. ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് പിന്നിലുള്ള ഐതിഹ്യം രണ്ട് തരത്തിലാണ് പറയപ്പെടുന്നത്. ഒന്ന്, ഭഗവാൻ പരമശിവന്റെ തിരുനാളാണ് തിരുവാതിര എന്നും, മറ്റൊന്ന്, ഭഗവാൻ പരമശിവൻ പാർവതീദേവിയെ വിവാഹം ചെയ്തത് ധനുമാസത്തിലെ തിരുവാതിര നാളിലാണ് എന്നും പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ എട്ടങ്ങാടിക്ക് പിന്നിലും ഒരു ഐതിഹ്യമുണ്ട്. പാർവതീദേവി ഭഗവാൻ പരമശിവനെ തപസ് ചെയ്ത് കാട്ടിൽ വസിക്കുന്ന കാലത്ത് ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയും തുടർന്ന് അവിടെ നിന്നു ലഭ്യമായ കിഴങ്ങുവർഗ്ഗങ്ങൾ ചുട്ടെടുത്ത് ദേവി ഭഗവാന് നിവേദ്യം സമർപ്പിച്ചുവെന്നും അത് ഭഗവാന് ഏറെ പ്രിയങ്കരമാകുകയും പിന്നീട് പാർവതീദേവിയെ വിവാഹം ചെയ്തു എന്നുമാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ തിരുവാതിരയുടെ തലേദിവസമായ മകയിരം നാളിലാണ് എട്ടങ്ങാടി നീതിക്കുക പതിവ്. എട്ടങ്ങാടിക്ക് ശേഷം തിരുവാതിര നാൾ തീരുന്നതുവരെ മംഗല്യവതികളായ സ്ത്രീകളാരും തന്നെ അരിയാഹാരം കഴിക്കാറ് പതിവില്ല. പകരം ഗോതമ്പോ മറ്റ് ചെറുധാന്യങ്ങളോ ഉപയോഗിച്ചുള്ള കഞ്ഞിയോ പലഹാരങ്ങളോ അതോടൊപ്പം തിരുവാതിര പുഴുക്കുമാണ് പതിവ്. ഇനി നമുക്ക് തിരുവാതിര വിശേഷങ്ങളിലേക്ക് കടക്കാം. ഇവിടെ എല്ലാ പ്രാവശ്യവും നിരവധി ആളുകളാണ് തിരുവാതിരയിൽ പങ്കെടുക്കാനായി എത്തിച്ചേരാറുള്ളത്. പുത്തൻ തിരുവാതിരയുടെയും പൂത്തിരുവാതിരയുടെയും എണ്ണമനുസരിച്ച് ആളുകളുടെ എണ്ണത്തിൽ വ്യത്യാസം വരാറുണ്ട്. വിവാഹം കഴിഞ്ഞുള്ള ആദ്യത്തെ തിരുവാതിരയാണ് പുത്തൻ തിരുവാതിര. പെൺകുട്ടികൾ ആദ്യമായി ഋതുമതി ആയതിനു ശേഷം വരുന്ന തിരുവാതിരയാണ് പൂത്തിരുവാതിര. പലർക്കും ഇത് തമ്മിൽ മാറിപ്പോകുന്നത് കാണാറുണ്ട്. അതുകൊണ്ട് ഞാൻ എടുത്തു പറഞ്ഞേ ഉള്ളൂ. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ എട്ടങ്ങാടി തയ്യാറാക്കുന്നതാണ് കാണിക്കാൻ പോകുന്നത്. നമുക്കിനി അതിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഇവിടെ എട്ടങ്ങാടിക്കുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനായി എല്ലാവരും കൂടി ചേർന്ന് കഷ്ണങ്ങളൊക്കെ അരിയുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഏത്തപ്പഴമാണ് അരിയുന്നത്. കിഴങ്ങുകളെല്ലാം തന്നെ വേവിച്ച ശേഷമാണ് അരിയുന്നത്. ഇവിടെ കിഴങ്ങുകൾ ഓരോ കൂട്ടമായി വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാച്ചിലടുപ്പത്ത് വേവിച്ചുകൊണ്ടിരിക്കുന്നു. വലിയ ചേമ്പ്, നനകിഴങ്ങ്, കൂർക്ക എന്നിവ വേവിക്കാൻ തയ്യാറാക്കി തൊലിയൊക്കെ കളഞ്ഞിവിടെ വെച്ചിട്ടുണ്ട്. ഈ കാണുന്നത് കൂർക്കയാണ്. ഇത് നനകിഴങ്ങ്, ഇത് ചേമ്പാണ്. വലിയ ചേമ്പ് അല്ലെങ്കിൽ വെട്ടുചേമ്പ് എന്നൊക്കെ പറയുന്ന ചേമ്പും ചെറിയ ചേമ്പും ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. വേവിച്ച കിഴങ്ങുകളൊക്കെ ചെറുതായി അരിഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ദേശവ്യത്യാസങ്ങൾക്കനുസരിച്ച് എട്ടങ്ങാടി തയ്യാറാക്കുന്നതിലും അല്പസ്വല്പ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. പ്രധാനമായും 8 കൂട്ടം വിഭവങ്ങളാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് എട്ടങ്ങാടി എന്ന പേര് വന്നത്. എന്നാൽ പേര് പോലെ തന്നെ 8 കൂട്ടം വിഭവങ്ങൾ തന്നെ കൃത്യമായി എടുക്കണമെന്നില്ല. കിഴങ്ങുകളുടെയും മറ്റ് സാധന സാമഗ്രികളുടെയും ലഭ്യത അനുസരിച്ച് എണ്ണത്തിൽ കൂടുതലോ കുറവോ വന്നാലും യാതൊരു പ്രശ്നവുമില്ല. ഇതിന് പ്രത്യേകിച്ച് അളവായിട്ടും ഇല്ല. നമുക്കിപ്പോൾ ചേന ഇത്ര എടുത്തു കഴിഞ്ഞാൽ കാച്ചിൽ ഇത്ര എടുക്കണം, കാച്ചിൽ ഇത്ര എടുത്താൽ നനകിഴങ്ങ് ഇത്ര എടുക്കണം, അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഏതൊക്കെ കിഴങ്ങുകൾ ആണോ ലഭ്യമാകുന്നത് അതനുസരിച്ച് മാത്രം നമ്മൾ എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. നമ്മളിവിടെ എടുത്തിരിക്കുന്ന പ്രധാന ചേരുവകൾ കരിമ്പ്, നനകിഴങ്ങ്, കാച്ചിൽ, ചേമ്പ്, ചേന, കൂർക്ക, ഏത്തക്കായ, ഏത്തപ്പഴം, വൻപയർ വേവിച്ചതും എടുക്കും, വറുത്തും എടുക്കും. ഇതിനുപയോഗിക്കുന്ന പ്രധാന വിഭവങ്ങളിൽ നിന്നും ഓരോന്ന് വീതമെടുത്ത് ഉമിതിയിൽ ചുട്ടെടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഏത്തക്ക, ചേന, നനകിഴങ്ങ്, കൂർക്ക, കാച്ചിൽ എന്നിവയാണ് നമ്മൾ ചുട്ടെടുക്കുന്നത്. ഇനി ഈ ചുട്ടെടുത്തവയെല്ലാം നമ്മൾ കഴുകി അരിഞ്ഞാണ് എട്ടങ്ങാടിയിലേക്ക് ചേർക്കുന്നത്. ഇനി അടുത്ത ഘട്ടത്തിലേക്കാണ് കടക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ശർക്കര ഉരുക്കി അരിച്ചെടുക്കാൻ പോകുകയാണ്. അതിനായി ഇവിടെ എടുത്തിരിക്കുന്നത് 5 കിലോ ശർക്കരയാണ്. ഇവിടെ ഇത്രയും കിഴങ്ങുകൾ ഉള്ളത് കൊണ്ട് തന്നെ 5 കിലോ ശർക്കര എടുത്തിട്ടാണ് തയ്യാറാക്കുന്നത്. ഓരോരുത്തരും എടുക്കുന്ന കിഴങ്ങിനനുസരിച്ച് പാകത്തിന് മാത്രം ശർക്കര ചേർത്ത് കൊടുക്കുക. ശർക്കര മുഴുവൻ ഉരുകിയ ശേഷം അത് അരിച്ചെടുത്ത് വലിയ ഒരു ഉരുളിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ശർക്കര നന്നായി തിളച്ച് വെള്ളമൊക്കെ പോയി ഒന്നൊട്ടുന്നത്, അതായത് ഒറ്റ കമ്പി എന്നിവിടെ പറയും, ഒരു കമ്പി വരുന്ന ആ പാകം എത്തുമ്പോഴേക്കുമാണ് ഇതിലേക്ക് ബാക്കി ചേരുവകളൊക്കെ ചേർക്കുന്നത്.
ഇതാണ് സരസ്വതി പെരമ. ഇപ്രാവശ്യം ഈ പേരമയുടെ നേതൃത്വത്തിലാണ് എട്ടങ്ങാടിയും പുഴുക്കും ഒക്കെ തയ്യാറാക്കുന്നതും അതുപോലെ തിരുവാതിരയുടെ ബാക്കി ഒരുക്കങ്ങളൊക്കെ നടത്തുന്നതും. അങ്ങനെ ശർക്കര നന്നായിട്ട് തിളച്ച് വെള്ളമൊക്കെ വറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ഇവിടെ ഇതിലേക്ക് ചേർക്കാനുള്ള തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശർക്കര ഏകദേശം ഒട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇത് കുറേശ്ശെ ഒട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ചേർക്കാൻ ആവശ്യമായുള്ള വേവിച്ച് വെച്ച കഷ്ണങ്ങളെല്ലാം തന്നെ ഇവിടെ അടുപ്പിച്ച് വെച്ചിരിക്കുകയാണ്. എല്ലാ കഷ്ണവും ഒരുമിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ കഷ്ണങ്ങളെല്ലാം ശർക്കരയിലേക്ക് ചേർക്കുകയാണ്. ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് ഏത്തക്കായയാണ്. അതിനുശേഷം കൂർക്കയാണ് ചേർക്കുന്നത്. ഇന്ന കഷ്ണങ്ങൾ ആദ്യമേ ചേർക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഇതിൽ കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാം തന്നെ വേവിച്ചതിന് ശേഷമാണ് ശർക്കര പാനിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ചേമ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നനകിഴങ്ങാണ് ചേർക്കുന്നത്. ഇത് വലിയ ചേമ്പ് അരിഞ്ഞതാണ്, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം ഇട്ടത് ചെറിയ ചേമ്പായിരുന്നു. അതോടൊപ്പം തന്നെ കരിമ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച വൻപയർ ചേർത്ത് കൊടുക്കുകയാണ്. അടുത്തതായി വറുത്തു വെച്ച എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ചെറുതായി അരിഞ്ഞു വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. അടുത്തതായി ചുട്ടെടുത്ത കഷ്ണങ്ങൾ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കുന്നത് ഏത്തപ്പഴം അരിഞ്ഞതാണ്. അങ്ങനെ കഷ്ണങ്ങളെല്ലാം ചേർത്തിരിക്കുകയാണ്. ഇനി നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇതിൽ കഷ്ണങ്ങൾ ചേർത്തത് കൊണ്ട് തന്നെ അതിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങും. അതുകൊണ്ട് തന്നെ ഈ വെള്ളം മുഴുവനും പോയി ശർക്കര നല്ലപോലെ കുറുകി വരുന്നിടം വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. നല്ലപോലെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നന്നായിട്ട് കുറുകി വരണം. ഇതിൽ വെള്ളം മുഴുവനും വലിഞ്ഞ് ചട്ടുകത്തിൽ നിന്ന് അത്ര പെട്ടെന്ന് താഴേക്ക് വീഴാത്ത വിധത്തിലേക്ക് എത്തണം. അതാണ് ഇതിൻ്റെ യഥാർത്ഥ പരുവം. ഇനി എട്ടങ്ങാടി തയ്യാറാക്കുന്നതിൻ്റെ അവസാന ഘട്ടത്തിലേക്കാണ് കടക്കുന്നത്. ഇവിടെ വൻപയർ വറുത്തുകൊണ്ടിരിക്കുകയാണ്. വൻപയർ നല്ലപോലെ വറുത്ത് മൂത്ത് വരണം. അതിനുശേഷം ഇത് പൊടിച്ചാണ് എട്ടങ്ങാടിയിലേക്ക് ചേർക്കുന്നത്. അങ്ങനെ വൻപയർ ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇത് ആറിയ ശേഷം പൊടിച്ചെടുക്കാം. ഇത് അല്പം തരിയോട് കൂടിയുള്ള പൊടിയാണ്, ഒരുപാട് ഫൈൻ പൊടി ആക്കേണ്ടതില്ല. ഇനി പൊടിച്ചു വെച്ച വൻപയർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പൊടി ചേർത്ത് കൊടുക്കുന്നതോടുകൂടി ഇതിൽ ശേഷിക്കുന്ന വെള്ളം കൂടി വലിച്ചെടുത്ത് അത് നന്നായിട്ട് കുറുകി വരും. അങ്ങനെ ഇതിൻ്റെ പാകം പരുവത്തിലേക്ക് എത്തും. അങ്ങനെ എട്ടങ്ങാടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഏകദേശം ഈ പരുവത്തിലേക്ക് എത്തിയപ്പോഴാണ് ഗ്യാസ് ഓഫ് ചെയ്യുന്നത്. ഇനി കുറച്ച് നേരം കൂടി ഇരുന്ന് കുറുകി പാകമായിട്ട് വരും. അങ്ങനെ എട്ടങ്ങാടി ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ഇനി ഇത് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കുകയാണ്.